ഐസ്ക്രീം പേരയാണ്. അപ്പൊ ഇതിലിപ്പോ എന്താ ചെയ്യാൻ പോണേ? ഇത് നമ്മളിപ്പോ ഇത് ലെയർ ചെയ്യാനാണ്. ലെയർ ചെയ്യാനാണ് പോണേ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. തടസ്സമായി നിൽക്കുന്ന ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയാണ്. അപ്പൊ ഇത്ര കട്ടി കുറഞ്ഞ ഇത് മതിയോ? അത് നമുക്ക് ലെയർ ചെയ്യാം. നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മദർ പ്ലാന്റ് ആണത്. ആദ്യം തന്നെ നമ്മൾ റൗണ്ട് ആയിട്ടൊരു മോതിര വളയം ഇട്ട് 2 സൈഡിലിട്ട് അതിന്റെ സെന്ററിലത്തെ പോർഷൻ, ആ 2 വളയിട്ട് അതിന്റെ സെന്ററിലത്തെ പോർഷനാണ് നമ്മളത് കട്ട് ചെയ്ത് കളയുന്നത്, ചീന്തി കളയുന്നത്. അതിന്റെ തൊലി പൊളിച്ച് കളഞ്ഞു. ഇത് മോസ് എന്ന് പറയും, പതി വെച്ച് കെട്ടാന്നൊക്കെ പറയുന്നത്. മോസാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യുക. മോസാകുമ്പോ നല്ല തണുപ്പ്. നമ്മൾ നനച്ച മോസ് ഇത് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. നമുക്ക് അഗ്രികൾച്ചറിന്റെ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ആ മോസ് വെച്ച് ഫില്ല് ചെയ്യുന്നു. അത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് സ്ക്വയർ ടേബിൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ പണ്ടത്തെ എക്ലർ ചോക്ലേറ്റ് പൊതിയുന്ന പോലെ പൊതിഞ്ഞ് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അടിഭാഗത്ത് ഒരു കെട്ടിട്ട് ശരിക്കും ടൈറ്റായിട്ട് കെട്ടും. ഇനി അതിന് മുകൾ ഭാഗത്ത് ഇതുപോലെ തന്നെ സീൽ ചെയ്യും, ഏറ് കടക്കാത്ത രീതിയിൽ. നമ്മൾ മോസായി നനച്ചു വെച്ചേക്കുന്ന കാരണം അതിനുള്ള ആവശ്യമുള്ള ഈർപ്പം അതിലുണ്ടാവും. അപ്പൊ മോസ് നമ്മൾ മേടിക്കുമ്പോൾ ഉണങ്ങിയിരിക്കും, അത് വെള്ളത്തിൽ കുതിർത്തിടണം. നമ്മൾ ആവശ്യമുള്ള വെള്ളത്തിൽ കുതിർത്തിട്ട് എടുക്കണം ചെയ്യും. നമ്മൾ ഇങ്ങനെ ചെയ്ത തൈകളാണ് നമുക്ക് അവിടെ കായായിട്ട് പൂവായിട്ടൊക്കെ 2 അടിയിലോ 3 അടിയിലോ ചെടി ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് നമ്മൾ ഉണ്ടായ മദർ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടായി കിട്ടി. അപ്പൊ ഇതിപ്പോ ലെയർ ചെയ്ത് വെച്ചു, എത്ര നാൾ കഴിയുമ്പോ ഇത് ഒരു മാസം ആകുമ്പോൾ നമുക്ക് ഈ കവറിൽ കൂടെ കാണാൻ പറ്റും. ഒരു മാസം ആകുമ്പോൾ കൺഫേം ആയിട്ട് നമുക്ക് അതിൽ വേരാവും. ഇതിന്റെ ഉള്ളിൽ വേര് കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വളമില്ലാത്ത മണ്ണിൽ നമ്മൾ പുതിയ വേര്, നമ്മൾ പുതിയൊരു ചെടിയിൽ നടന്ന പോലെയാണ്, പുതിയ വേരാണ് വരുന്നത്. അപ്പോൾ വളമില്ലാത്ത മണ്ണിലേക്ക് നമുക്കിത് മുറിക്കാവുന്നതുണ്ടാവില്ല. വേറെ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തൊലി കളയുമ്പോ അതിന്റെ ഫുള്ളായിട്ട് പോകണം, നമ്മൾ ആ വെള്ള ഉള്ളിലത്തെ തണ്ട് കാണുന്ന രീതി. അല്ലെങ്കിൽ നേരെ പിന്നെയും ഈ ചെയ്ത് വെറുതെ ആവും. അത് പിന്നെയും അതിന്റെ പാസേജസ് നടക്കും. അപ്പൊ കണക്ഷൻ പിടിക്കണം. കണക്ഷൻ പിടിച്ചിട്ടാണ് നമ്മളിവിടെ അപ്പൊ ഈ തണുപ്പിലേക്ക് വേര് പുറപ്പെടുവിക്കും. അതിന് ഓരോ വേര് വരാനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. നമ്മുടെ ഈ ഇല നിൽക്കുന്ന ഓരോ ഭാഗത്ത് നമുക്ക് വേര് പുറത്തേക്ക് വരിക. നമ്മളിപ്പോൾ ഇല കട്ട് ചെയ്ത് കളയുന്നത്, ആ ഭാഗത്ത് നമുക്ക് വേര് പുറത്തേക്ക് വരിക. അപ്പം അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മളത് റൗണ്ട് ചെയ്ത് കളയുന്നത്. ഏറ്റവും നല്ലത് വണ്ണം കുറഞ്ഞ ചെറിയ കമ്പുകളാണ് ഏറ്റവും നല്ലത്. വണ്ണം കൂടിയുമ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വണ്ണം കൂടിയുമ്പോൾ അത് ആ കൊമ്പിന് മൂത്ത കൊമ്പ്, നമുക്കിപ്പോൾ ഇളം കൊമ്പുകളാണ് ചെയ്യാൻ നല്ലത്. അതുപോലെ പെട്ടെന്ന് പൊന്തിയും വരും, പെട്ടെന്ന് ഹൈറ്റ് വരും. നമ്മളെപ്പോഴും ഏത് ചെടിയിലായാലും ഇളം കൊമ്പുകളിലാണ് നമുക്ക് പൂ വരിക, കായ വരിക ഉണ്ടാവുക, പുതിയ കൂമ്പുകൾ വരുന്ന ഭാഗത്ത്. അപ്പൊ 2 എണ്ണം നമ്മളിപ്പോ ചെയ്തു. ഇനിയിപ്പോ ഇത് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേര് പാസ് ചെയ്യണം. പുറത്ത് നമുക്ക് ഇതുപോലത്തെ വൈറ്റ് ഷീറ്റ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. വേര് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ കട്ട് ചെയ്യും അല്ലേ? നമ്മൾ ഈ പോർഷനിൽ വെച്ച് ഇവിടെ ഈ കെട്ടിന്റെ താഴെ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യും. നമ്മളിപ്പോ തായ്ലാൻഡ് പേര് ലെയർ ചെയ്തിട്ടിരിക്കുന്ന വേര് വന്ന പ്ലാന്റുകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതിപ്പോ ഒരു മാസമായി ഉണ്ടാവും അല്ലേ? ഒരു മാസമായി. അപ്പൊ ഇതില് നിറയെ വേര് വന്നു. ലെയർ ചെയ്ത ഭാഗമാണ് നമ്മൾ അവിടെ ലെയർ ചെയ്ത് കണ്ട പോലെ ലെയർ ചെയ്ത ഭാഗമാണിത്. നമ്മളിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യും. വായുടെ ഐശ്വര്യമുള്ള കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തോളൂ. നമ്മളിപ്പോൾ ലെയർ ചെയ്ത് പ്ലാന്റ് ആണിത്. തായ്ലാൻഡ് പേര പ്ലാസ്റ്റിക് അഴിച്ചെടുത്തിട്ടുള്ള വേരുകൾ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരു മാസമായിട്ടുള്ളൂ. ഒരു മാസമായിട്ടുള്ളൂ. വളമില്ലാത്ത മണ്ണിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മോസ് തന്നെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. മോസാണ് വെച്ചാൽ ഒരു പിന്നെ ഇതിൽ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെക്കും. എങ്ങനെ പോയാലും നമ്മൾ ഈ സാധനം ഈർപ്പത്തോട് കൂടിയുള്ള സാധനം ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നനയ്ക്കുമ്പോൾ 100% വെള്ളം അതിൽ വീണാലും ഉള്ളിലേക്ക് 5% താഴെ എത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് നമുക്ക് നട്ട് കാണിക്കാം. നമ്മളിപ്പോഴുള്ളത് അഖിലെക്സോട്ടിക്ക നഴ്സറി മണ്ണൂത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഗൂഗിൾ മാപ്പും അതേപോലെ തന്നെ ഫോൺ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നമ്മളിപ്പോൾ ഇത് നിറയ്ക്കുന്നത് ഒരു വളവും ചേർക്കാതെ സാധാ മണ്ണിലാണ്. ഈ മണ്ണിൽ ഒരു വളവില്ല, സാധാരണ. നമ്മൾ ലെയർ ചെയ്ത സംഭവം കട്ട് ചെയ്ത് കൊണ്ടുവന്നു. നമ്മൾ ഇതുപോലത്തെ കവറിൽ സാധാ മണ്ണ്, വളം ചേർക്കാത്ത മണ്ണ്, സാധാ മണ്ണ്
വളം ചേർക്കുക സാധാ മണ്ണാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുക. നമ്മളൊരു പുതിയ ചെടീനെ പരിപാലിക്കുന്ന പോലെ തന്നെ നമ്മളിതിനെ കെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ അരപാത്രം നിറച്ചു. ഇനി നമ്മൾ നേരെ കവറിലേക്ക് വെച്ച് ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യണം. മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തണലത്ത് തന്നെയാണ് കൊണ്ടുപോയിക്കുന്നത്. നമ്മളിത് പ്ലാന്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സാധനം നനച്ചിട്ട് വേണം തണലത്ത് കൊണ്ടുപോയിക്കാൻ. അപ്പോൾ നമ്മൾ ഇനിയും തണലിലേക്ക് മാറ്റാം. തണലിലേക്ക് നമുക്ക് അധികം വെയിൽ കിട്ടാത്ത സ്ഥലം നല്ല തണൽ ഷെയ്ഡിലേക്ക് നമുക്ക് മാറ്റി. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.